ഇതായിട്ടുള്ള ഏജ് ആയിട്ടുള്ള പശുവാണ്. എത്രാമത്തെ പ്രസവമാണ്? അതുകൊണ്ടാവും ഒരു 8 പ്രസവമൊക്കെ കഴിഞ്ഞു. 8 പ്രസവം. അപ്പൊ ടോട്ടൽ ഈ ഒരു പശു വളർത്തലില് എത്ര ലിറ്റർ പാൽ ഉൽപാദനമുള്ള പശുക്കളല്ലേ? ഇതെന്തോരം കൊടുക്കും ചേട്ടാ? അത് ഇപ്പൊ ഇത് ഒരു നേരത്തേക്കുള്ളതാണ്. ഇവരൊക്കെ എല്ലാവർക്കും കൂടിയുള്ള ഒരു നേരത്തേക്കുള്ളതാണ്. ഒരു നേരത്തേക്കുള്ളത്. ഞങ്ങളടുത്ത് കുഴപ്പമില്ലല്ലോ? ഇല്ല. ഇതാണ് എത്രാമത്തെ? ഇത് 6. എത്ര? ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അങ്കമാലി മൂഴിക്കുളത്തുള്ള പട്ടംതുരുത്ത് മേക്കാട്ടുമനയിലെ പശുവളത്തലാട്ടോ. ഇതിന്റെ ഓണറിന്റെ പേര് ശങ്കരൻ നമ്പൂതിരി എന്നാണ്. അപ്പൊ ഈ ബാക്കി കാണുന്നതാണ് ചേട്ടന്റെ പശുത്തൊഴുത്ത്. നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ഇതാട്ടെ ശങ്കർ ചേട്ടൻ. ചേട്ടൻ നമസ്കാരം. അപ്പൊ എത്ര വർഷമായിട്ടാണ് പശു വളർത്തൽ മേഖലയിട്ട് വന്നിട്ട്? ഇത് 15 വർഷം. പശു വളർത്തൽ മേഖല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫാം രീതിയിലായിട്ട് എണ്ണങ്ങളൊക്കെ ആയിട്ട് 15 വർഷമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ പശു വളർത്തലും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നാടൻ പശുവായിരിക്കും അല്ലേ? നാടൻ പശുക്കളും കാളകള് കൃഷി അങ്ങനെയുള്ള കാലത്തൊക്കെ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു എന്റെ തൊഴുത്തും ഇതൊക്കെ ഇങ്ങനെയായിട്ട് 15 വർഷം. അപ്പൊ ഈ ഒരു പശു വളർത്തല് ഒരു പശു എന്നാണ് തുടങ്ങി? ഈ ഒരു ഇനത്തിന്റെ 4 നിന്നാണ് 3-4 നിന്നാണ് ഞാൻ തുടങ്ങിയത്. ആദ്യം എവിടെയല്ലായിരുന്നു? വീട്ടിലായിരിക്കും അല്ലേ? വീട്ടിലായി. പിന്നീട് ഒന്നും കൂടെ വിപുലീകരിച്ചതാണ്. ഇത് 2008 ാക്കിയത്. അന്നായപ്പോഴേക്കും നമ്മളൊരു 10 പശുക്കളോട് കൂടിയിട്ട് 10-12 പശുക്കളോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. അവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഒന്നും പുതിയതല്ല, കൈവശം ഉണ്ടായിരുന്നതിനെ തന്നെ വെച്ച് ആക്കി എടുത്തതാണ്. കുട്ടികളെ വളർത്തിയെടുത്തായിരിക്കും അല്ലേ? അതെല്ലേ? ഇപ്പോഴും അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. HF ഉണ്ട്, ജേഴ്സി ഉണ്ട്. പിന്നെ നാടൻ ഇനങ്ങളില് വെച്ചൂര് എന്ന് പറയാൻ പറ്റില്ല, മുഴുവൻ കാസർഗോഡ്. മറ്റേതൊക്കെ ഉണ്ടായിരുന്നു, 1-2 ഉണ്ടായിരുന്നു. ഗീർ, റെഡ് സിന്ധി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിനെ പറ്റാത്ത കൺജസ്റ്റഡ് ആയ കാരണം കൊണ്ട് കൊടുത്തു കളഞ്ഞു. അപ്പൊ ചേട്ടന്റെ പശുക്കളെ നമുക്കൊന്ന് കാണാം. ഇപ്പൊ നമ്മള് കറവ സമയാണ് കേട്ടോ. കറവ സമയാണ്. ഇവിടെ ഇപ്പം ഈ സെക്ഷനിൽ കുട്ടികളല്ലേ? ഇതൊക്കെ ഈ സെക്ഷനിൽ കുട്ടികളാണ്. കുട്ടികളോട് ഇതൊക്കെ ചെറിയ ഡാർഫ് പശുക്കളാണ്. കൊമ്പുള്ളതുണ്ടല്ലോ, പശു തന്നെയാണത്. കുട്ടികളുടെ കൂട്ടത്തിൽ കെട്ടിയത് അത്രയും വലിപ്പമുണ്ട്. നാടൻ കാസർഗോഡ് ഡോർഫ. 6-7 പ്രസവം കഴിഞ്ഞതാ. അതിന്റെ കുട്ടികളാണത്. അതെ. അതിന്റെ പിന്നിൽ വെക്കണതൊക്കെ വേറെ. അപ്പൊ ഏതാ ചേട്ടാ ശരിക്കും? ഞങ്ങളടുത്ത് കുഴപ്പമില്ലല്ലോ? ഇതാണ് എത്ര? 4 പ്രസവം കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. വേറെ 1-2 ഉണ്ടായിരുന്നു, അതിനെ ഡിസ്പോസ് ചെയ്തു. ഈ മുന്നേടത്തിന്റെ കൂടെ ഈ നാടൻ പശുക്കളെ വളർത്താനുള്ള കാരണം എന്താ? അങ്ങനെയില്ല, ഇതെനിക്ക് ഒരാൾ തന്നതാണ്. ഈ കുട്ടിയെ ഇതായിട്ട് കൊണ്ടുവന്ന് തന്നതാ. അപ്പൊ ഇതിന്റെ ആദ്യ കുട്ടി ഏതാ? ആദ്യത്തെ കുട്ടി ഇല്ല, അപ്പൊ അതിനെ കൊടുത്തു. ഇത് രണ്ടാമത്തെയാണ്. മൂന്നാമത്തെയും കൊടുത്തു. ഇത് നാലാമത്തെ. ഇവിടെ പറഞ്ഞോണ്ട് അതല്ല, അതായത് പെട്ടതല്ല. അങ്ങേ സൈഡിലുള്ള. അപ്പൊ നമ്മള് ഈ ഒരു പശു എത്ര ലിറ്റർ പാൽ ഉൽപാദനം ഉണ്ട്? ഇതിനൊക്കെ ഒരു 8-10. എത്രാമത്തെ പ്രസവം വരെ നിർത്തും അപ്പൊ സാധാരണ? അയ്യോ, പറയാൻ വളരെ കൂടുതൽ 17 പ്രസവം പ്രസവിച്ച ഒരു പശു ഇവിടെ കിടന്ന് ഡെത്ത് ആവണ വരെ. അങ്ങനെയാണ് നമ്മുടെ കണക്ക്. ഇത്രയും പ്രായം വരെ 20-22 വയസ്സ് വരെയൊക്കെ നിർത്തി പശുക്കൾ ഇവിടെ തന്നെ വയസ്സായിട്ട് ഡെത്ത് ആയേക്കണ ഇതുണ്ട്, ഹിസ്റ്ററി ഉണ്ട്. അതൊന്നും ആരും ചെയ്യാറില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു ഏർപ്പാടില്ല. ഞാൻ കൊടുക്കുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ട് വേറെ മേടിക്കുക, അങ്ങനെയുള്ള ഒരു ഏർപ്പാടില്ല. അവരെ ഇതുവരെ അവരുടെ ലൈഫ് മുഴുവൻ ഇവിടെ നിൽക്കും. ഇപ്പൊ ഇവിടെ ഉള്ളത് ഇതാവും. 9-10 പ്രസവമൊക്കെ ഉണ്ടാവും. 10 അതിന് കാൽഷ്യം, അതിന് പോരായ്മയുള്ള സാധനങ്ങളും മറ്റേ ഇതുകളും എല്ലാം ചെയ്തു കൊടുക്കും. കാൽഷ്യം വേണമെങ്കിൽ കാൽഷ്യം കൊടുക്കും. എന്തെങ്കിലും അതിനെ പ്രത്യേകം നോക്കാറുണ്ട്. മെഡിസിനൊക്കെ അതിനും കിട്ടും. 8-9-10 ലിറ്ററോളം പാല് ഏജ് ആയിട്ടുള്ള പശുവാണ്. അതുകൊണ്ടാവും ഒരു 8 പ്രസവമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കുറവായിട്ടുള്ള സമയമാണ്. ഇപ്പൊ കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FMD ഇതിനിടയ്ക്ക് ഒരു കുളമ്പ് രോഗം വന്ന് കയറി പിടിച്ചിട്ട് പശുക്കളൊക്കെ ആകെ ടയർഡായിരിക്കുകയാണ്. ഇപ്പൊ എല്ലാത്തിനും ഇവരൊക്കെ ബാധിച്ചു. കുറച്ച് അനിമൽസ് ഡെത്ത് ആവുകയും ചെയ്തു. ഡെത്ത് ആവുക മീൻസ് കുട്ടികള് കുറച്ചെണ്ണം പോയി. ഇപ്പൊ പൊതുവിൽ കുറവാണ്. ഒരു 100 ലിറ്റർ പാലൊക്കെ ഒരു ദിവസം എന്നുള്ളത് ഉണ്ടാവുള്ളൂ. 200-220 ലിറ്റർ പാല് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അനിമൽസും ഉണ്ടായിരുന്നു. കുറച്ചും കൂടി അനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടും ഒരു സാഹചര്യം ശരിയല്ലാത്ത കാരണം കൊണ്ട്
ഇതാക്കിയിട്ടില്ല. അപ്പൊ ടോട്ടൽ ഇവിടെ എത്ര ഉണ്ട് പശുക്കള്? നമ്പർ ഇപ്പൊ ടോട്ടൽ അനിമൽസിന്റെ എണ്ണം ടോട്ടൽ പറയുകയാണെങ്കിൽ 23 23. അതില് കറക്കണത് ഇപ്പൊ 10. ഇതൊക്കെ കുട്ടികള് 9 കുട്ടികള്. 9 കുട്ടികള്. അപ്പൊ എങ്ങനെയാണ് ഈ പശു വളത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം? എക്സ്പീരിയൻസ് കുട്ടിക്കാലത്ത് മുതലേ ഉള്ളതാണ്. ഞങ്ങൾ കാർഷിക കുടുംബമാണ്, ബ്രാഹ്മിൻസ് ആണ്, ഞങ്ങള് ഹിന്ദുമാരാണ്. പശു എല്ലാ കാലത്തും ഞങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അമ്പലമുണ്ട്, അമ്പലത്തിലേക്ക് പാലിന്റെ ആവശ്യം വേണ്ടി വരും. തൈര്, പാല്, ഇതൊക്കെ നെയ്യ്, ഇതൊക്കെ അമ്പലത്തിലേക്ക് ആവശ്യം വരും. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ അല്ലെങ്കിൽ എത്രയോ വളരെ പഴക്കകാലത്ത് തന്നെ ഉണ്ട് ഈ പശുക്കളുണ്ട്. പശുക്കളായിട്ടുള്ളൊരു ബന്ധമുണ്ട്. പിന്നെ എനിക്ക് ഇതിനൊരു താല്പര്യം തോന്നി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ കളയുക അല്ലെങ്കിൽ വേറെ രീതിയിൽ കൊടുക്കുക എന്നുള്ളതിനോട് താല്പര്യമില്ല. കുട്ടികളായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, അവരെ സംരക്ഷിച്ച് ഒന്നാടാക്കി കഴിഞ്ഞാൽ നല്ലതാണല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ അങ്ങനെ നമ്പറാട് കൂടി, പശുക്കുട്ടികളെ വളർത്തി നമ്പർ കൂടി അങ്ങനെ ആയപ്പോഴാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നത്. നഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇതില് അത്ര ഇതാന്ന് പറയാനില്ല. നഷ്ടം തന്നെയാവും. തീറ്റയുടെ വിലയും എല്ലാം കൂടി നോക്കി വരുമ്പോഴേ നമുക്ക് പറ്റില്ല. പിന്നെ എന്റെ ആരോഗ്യത്തിന്റെ ഒരു ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവര് വേണ്ട വിധം കെയർ ചെയ്യാൻ പറ്റാതെ കൊണ്ട്, അല്ലെങ്കിൽ പണിക്കാരെയൊക്കെ വയ്ക്കുമ്പോ അവരുടെയൊക്കെ എക്സ്പെൻസ് വരുമല്ലോ. എല്ലാം കൂടി വരുമ്പോൾ നഷ്ടം തന്നെ. ഇതില് നഷ്ടാവുമ്പോ എല്ലാം കൂട്ടി നോക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടാവും. എന്നിരുന്നാൽ പോലും നഷ്ടലാഭം കണക്കാക്കാതെ കൊണ്ടാണ് ഞാനത് കൊണ്ടു കിടക്കുന്നത്. എനിക്കൊരു പ്ലേസും ഉണ്ട്, കുറച്ച് എനിക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളും ഉണ്ട്. അമ്പലം മറ്റുള്ള കാര്യങ്ങൾക്കുള്ള അതിനുള്ള ആവശ്യങ്ങളുണ്ട്. അത് കാരണം കൊണ്ട് എന്നെ വിടാണ്ട് കൂടി കൊണ്ടു കിടക്കും. ഇപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ് ഈ അസുഖങ്ങളൊക്കെ വന്നിട്ടേ. കുറച്ച് പശുക്കള് ഇല്ലാതെ കണ്ടാവലും അല്ലെങ്കിൽ വേണ്ടി വന്നപ്പോൾ കുറച്ചുകൂടി ഒന്ന് വിപുലീകരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെഡൊക്കെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യാറായി. അപ്പൊ ഒരു ഹെൽപ്പൊക്കെ അതിനു വേണ്ടിയൊക്കെ ശ്രമിച്ചു നോക്കുകയാണ്. ഞാൻ എങ്ങനെയാലും വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പലരും ഇത് അവസാനിപ്പിച്ച് പോവാണ്. എല്ലാ കാരണങ്ങളെ കൊണ്ടും അവസാനിപ്പിച്ച് പോവാണ്. ഞാനത് അങ്ങോട്ട് വേണ്ടാന്ന് നോക്കിയാൽ കഴിഞ്ഞില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പല ഭാഗത്തുനിന്നും ഫോഴ്സുകളുണ്ട്, നിർത്തും എന്നൊക്കെ ഉള്ളത്. എന്നാൽ പോലും കൊണ്ടുനടക്കാനുള്ള ഉദ്ദേശത്തിലാണ് നിക്കണേ ഇപ്പൊ. ആ രീതിയിലാണ് കൊടുക്കുന്നത്. മറ്റേ കേസിന്റെ ആദ്യമൊക്കെ തുടക്കകാലത്തൊക്കെ കൊടുത്തിരുന്ന ഗോറേന്റെ നല്ല നല്ല തീറ്റകളൊക്കെ കിട്ടിയിരുന്നു. ഇപ്പൊ കേസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനം. അതിന്റെ സുപ്രീം കൊടുക്കും. പക്ഷെ ഒറ്റ തീറ്റ ഇതുകൊണ്ടല്ല ഞങ്ങൾ ഇതാവണേ. പല കൂട്ടം തീറ്റകളുണ്ട്. അവിൽത്തവിട്, മറ്റേ ഗോതമ്പിന്റെ ഫ്ലേക്സ്, അതുപോലെ തന്നെ ചോളത്തിന്റെ അരി വേവിച്ചു കൊടുക്കും. അരി, പുളിയരി പൊടി, അതൊക്കെ വേവിച്ചു കൊടുക്കും. അത് ഇപ്പൊ ഇത് ഒരു നേരത്തേക്കുള്ളതാണ്. ഇവരൊക്കെ എല്ലാവർക്കും കൂടിയുള്ള ഒരു നേരത്തേക്കുള്ളത്. അപ്പൊ ഇവിടുത്തെ എപ്പോഴാണ് രാവിലെ തുടങ്ങണേ പശു വളർത്തലിന്റെ കാര്യങ്ങളൊക്കെ? രാവിലെ 3 മണിക്കാണ്. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇവരാരെങ്കിലും വരും. അയാളാണ് ഒരു മെയിൻ ആയിട്ടുള്ള ആള്. വളരെ പഴക്കമുള്ള ഒരാളാണ് ചെയ്യുന്നത്. അയാള് 3 മണിക്ക് വരും, ക്ലീൻ ചെയ്യും. ഇവരാരെങ്കിലും ഒരാളും കൂടി ഉണ്ടാവും, വന്ന് ക്ലീൻ ചെയ്തും കുളിപ്പിക്കും. കുളിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറവ തുടങ്ങും. 5-5:30 ആകുമ്പോഴേക്കും കറവ കഴിയും. സാധാരണ ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് ഈ സമയത്ത് ഒരു 1:30-2 മണിയോട് കൂടിയിട്ട് കറവ തുടങ്ങും. രാവിലത്തെ കറവ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-6:30 ആകുമ്പോഴേക്കും ഇവർക്കുള്ള ഭക്ഷണത്തിന്റെ ഏർപ്പാടായി. അല്ലല്ല, ഈ മറ്റുള്ള തീറ്റകൾ ഇതോടെ കൊടുക്കും. അല്ല, തവിട്, മറ്റുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, ഫീഡ്, മറ്റുള്ള തീറ്റകളെല്ലാം കൂടി കൊടുത്ത് വെള്ളം കൊടുത്ത് കുളിപ്പിച്ച് ഒന്ന് പുറത്തേക്ക് വിടും. എല്ലാരും പുറത്തേക്ക് അങ്ങോട്ട് പോകും. അങ്ങോട്ട് അറ്റത്തേക്ക് അറ്റം വരെ പോകും. അറ്റം വരെ ബൗണ്ടറി ഉണ്ട്. അവിടെ വരെ കൊണ്ടുപോയി ഒന്ന് കെട്ടും. ഒരു 11:30-12 മണി 11 മണിയൊക്കെ ആകുമ്പോ തിരിച്ചു കൊണ്ടുവരും. തിരിച്ചു കൊണ്ടുവന്ന് കയറ്റി പിന്നെ അവരെ പച്ചവെള്ളം കൊടുത്ത് ആ സമയം കയറുമ്പോ പിന്നെ പച്ചവെള്ളം കൊടുക്കും. പച്ചവെള്ളം കൊടുത്ത് പിന്നെ അവർ റെസ്റ്റ് ചെയ്യും. ഈ സമയമാകുമ്പോ ഇപ്പൊ കറവ തുടങ്ങും. ഇനി ഒരു ഇത് അവസാനിക്കുന്നതിന്റെ ഒപ്പം തന്നെ തീറ്റയും കൊടുക്കും. വൈകുന്നേരത്തെ തീറ്റയും. പാല് കുറേശ്ശെ ഇവിടെ ലോക്കലായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അത്രയും കാര്യമായിട്ടില്ല. ഒരു 4-5 ലിറ്റർ പാലിന്റെ ഇതേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഡയറിയിലേക്ക് മിൽമേലേക്ക് കൊടുക്കും. രാവിലെ വണ്ടി വരും, ഉച്ചയ്ക്ക് ഒരു 4 മണിയാകുമ്പോ വണ്ടി വരും. അങ്ങനെ രണ്ടുമായിട്ട് മിൽമേലേക്ക് ഒന്നിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്യൂച്ചർ പ്ലാൻ ഇത് തന്നെയാണ്. അത് കണ്ടിന്യൂ ചെയ്യാണ്. എങ്ങനെയാലും കണ്ടിന്യൂ ചെയ്യാണ്. കാര്യം കുറച്ച് നല്ല നഷ്ടങ്ങളോ ലാഭങ്ങളോ നഷ്ടം ഉണ്ടെങ്കിൽ പോലും ഇതിനെ അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശമില്ല. ഒന്നുകൂടി ഒന്ന് ഇതാക്കണം. ഷെഡൊക്കെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്ത് കുറച്ചുകൂടി അനിമൽസിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. എല്ലാം ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടെങ്കിൽ നേരെയായിട്ട് പോരുന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ
ഇത്രയും സമയം നമ്മൾ കണ്ടോണ്ടിരുന്നത് പട്ടംതുരുത്ത് മേക്കാട്ട് മനയിലെ പശു വളർത്തലാണ്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.